ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഗൗരി സ്വപ്നം കാണുന്നതാണ് കേട്ടോ. സ്വപ്നം കണ്ട് രാത്രി കരഞ്ഞ് വിളിച്ചെഴുന്നേക്കുകയാണ് ഗൗരി. എന്നിട്ട് ശങ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ഗൗരി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശങ്കർഭായിയോട് ഗൗരി ഓർക്കത്തിൽ തന്നെ സ്വപ്നം കണ്ടതിൻ്റെ പിച്ചമ്പയിൽ തന്നെ പറയാണ് കേട്ടോ, ശങ്കർ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ശങ്കർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട്, എനിക്ക് ശങ്കർ വാക്ക് തരണം, ധ്രുവൻ്റെ പുറകെ പോവില്ല, നിയമപരമായിട്ട് കിട്ടുന്ന ശിക്ഷ നമുക്ക് ധ്രുവന് മേടിച്ചു കൊടുക്കണം, അല്ല ശങ്കറായിട്ടൊന്നും ചെയ്യില്ല എന്ന് വാക്ക് പറയണം എന്ന് പറയുമ്പോൾ ശങ്കർ ഇങ്ങനെ ഗൗരീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും ഗൗരിക്കൊരു സംശയമുണ്ട്, ശങ്കർ ഈ പറഞ്ഞത് എന്നെ ഇപ്പോൾ ആശ്വസിപ്പിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ ആൾക്കൂടെ ടെൻഷൻ അടിച്ച് അങ്ങനെ കിടക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ ഗൗരിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് ട്രിപ്പ് പോകണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗരി ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ ട്രിപ്പോ എവിടെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗരിയോട് നമ്മുടെ ഗംഗ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കർ അമ്പലത്തിൽ സോപാനം പാടുന്ന പണിക്ക് കുറച്ച് നാളത്തേക്ക് വേറെ ആളെ ആക്കിയെന്നാണല്ലോ പറഞ്ഞത്. അവിടെ കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശങ്കർ എവിടെയോ ട്രിപ്പ് പോകാമെന്നാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ഗൗരി ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഗംഗ പറയുന്നുണ്ട്, ചിലപ്പോൾ സർപ്രൈസാക്കി വെച്ചേക്കുന്നതായിരിക്കും, എന്തായാലും ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് കട്ടുറുമ്പൊന്നും ആവുകയില്ല, എനിക്ക് കുറച്ച് വ്ളോഗ് ചെയ്യാനുണ്ട്, ഞാനത് ചെയ്ത് എൻ്റെ കാര്യം നോക്കിക്കോളാം, എന്തായാലും ശങ്കർ ഇങ്ങ് വരട്ടെ, ഞാൻ പൊക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ശങ്കർഭായിയുടെ ഫ്രണ്ട്സിനെ, അജിത്തിനെയും ജോജുവിനെയും ധ്രുവൻ്റെ ഫ്രണ്ട്സിനെ പൊക്കാൻ വേണ്ടി വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സ് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല ശങ്കർഭായി എവിടെ തപ്പിയിട്ടും ആരുടെയും ഒരു പൊടി പോലും കിട്ടിയില്ല എന്ന് പറയുമ്പം നമ്മുടെ ശങ്കർഭായി പറയുന്നത്, ഇതെന്താണ് ഇപ്പം ഇങ്ങനെ? എന്നിട്ട് നമ്മുടെ ശങ്കർഭായി പറയുന്നുണ്ട്, എല്ലാ വഴി അടഞ്ഞാലും വടക്കുന്നാഥൻ എനിക്കൊരു വഴി കാണിച്ചു തരും, ആ വഴിയാണ് ശിവാനി, ധ്രുവൻ്റെ കാമുകി, അവളെപ്പറ്റി അന്വേഷിച്ച് എങ്ങനെയും കണ്ടുപിടിക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗൗരി വിളിക്കുവാണ് കേട്ടോ. ഗൗരി വിളിച്ചിട്ട് നമ്മുടെ ശങ്കറിനോട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ശങ്കർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ കാര്യം ഗൗരിയോട് പറയുന്നില്ല, കള്ളം പറയണം കേട്ടോ. ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ ഉത്സവമൊക്കെ അല്ലേ, ഭയങ്കര തിരക്കാന്ന് പറയുമ്പോൾ ഗൗരിക്ക് എല്ലാം അറിയാമെങ്കിലും ഗൗരി ഒന്നും വേണ്ടുന്നില്ല. ഓക്കെ ശരി, ശങ്കർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ്. അതേ സമയത്ത് അടുക്കള ഗൗരി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ വേൽക്കാർ പറയുന്നുണ്ട്, ആ കഴിക്കുന്ന കറി ഒന്ന് നോക്കണം കേട്ടോ കൊച്ചമ്മയെന്ന് പറയുന്നുണ്ട്. ഗൗരി പക്ഷേ എന്തൊക്കെയോ ശങ്കറിൻ്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് ആ പുള്ളിക്കാരി കറിക്കകത്തോട്ട് എന്തോ കുറച്ച് മസാല ഇടാൻ പറഞ്ഞപ്പോൾ ഗൗരി പിന്നെ ഉപ്പ് എടുത്താണ് ഇടുന്നത്. അപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, ഇതെന്താ പരിപാടിയാണ് കാണിച്ചത്, ഭയങ്കര ഉപ്പായിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, ഞാൻ ഗംഗമോൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിച്ച കറിയിലാണ് നീ ഉപ്പ് വരിയിട്ടെ, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞ് ഗൗരിയോട് ചൂടായിക്കൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് കമല അതിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്ന് ഒരു പാത്രത്തിൽ നിന്ന് മുളക് പൊടി എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ രാധാമണി തങ്കച്ചിയോട് പറയുന്നുണ്ട്, ഇത് വെച്ച് അമ്മയ്ക്ക് ഞാൻ കണ്ടെഴുതി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് വട്ടാന്ന് പറയുമ്പോഴേക്കും കമലയ്ക്ക് പിന്നെയും ദേഷ്യം വന്നിട്ട്, ആ വട്ട ആർക്കാന്ന് ഞാൻ പറയിക്കാം, അമ്മ പറ ആർക്കാ വട്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.